കളയിലെ പ്രമോദേട്ടനെ മറക്കുന്ന ഏത് മലയാളിയുള്ളത്? ഒരു ടീമിൽ ഇത്ര ആളുകൾ മത്സരിക്കുന്ന വേറെ ഒരു മത്സരമില്ല. ദൈവത്തോർത്ത് ഇറക്കി തരാം. പ്രമോദേട്ടൻ സമരം നിന്നിട്ടുണ്ടല്ലേ? ഇപ്പൊ നിന്നിട്ടുണ്ട്. സൂപ്പറാടാ, സൂപ്പർ. ഹലോ, നമസ്കാരം. കുട്ടനാടൻ ഓണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ കുട്ടനാട്ടിലാണ് ഉള്ളത്. കുട്ടനാട്ടിലെ ഓണവിശേഷങ്ങളെ പറ്റി ഞാൻ എന്ത് പറയാനാണ്, നന്നായിട്ട് പറയുന്ന ആൾക്കാരുള്ളപ്പോൾ. അപ്പോൾ നമുക്ക് ഒരാളെ വിളിക്കാം. ആരാണെന്നല്ലേ? ഒരു മിനിറ്റ്. ഹലോ ഹലോ, പ്രമോദേട്ടാ. ഹായ്, നമസ്കാരം. പറയൂ. നമസ്കാരം. എവിടെയല്ലേ? ഞാനിവിടെ ഉണ്ട്. എവിടെ? നിങ്ങൾ എത്തിയിട്ടുണ്ടാ? നമ്മളിവിടെ ഉണ്ട്. എവിടെ എത്തിയെന്ന് വിചാരിച്ചാൽ മതി. വന്നു നിങ്ങളുടെ കൺമുന്നിലുണ്ട്. ആ, ഓട്ടി വാ. വേറെ ആരുമല്ല, ഞാൻ വിളിച്ചതേ നമ്മുടെ പ്രിയപ്പെട്ട പ്രമോദ് വെളിയനാടാണ്. എന്തിനേറെ പറയണം, നാടകം, സിനിമ, ഒറ്റ സിനിമ പോരെ. കളയിലെ പ്രമോദേട്ടനെ മറക്കുന്ന ഏത് മലയാളിയുള്ളത്? നമുക്ക് നോക്കാം. കുട്ടനാടൻ വിശേഷങ്ങളുമായി കുട്ടനാടൻ ഓണത്തിൽ പ്രമോദ് വെളിയനാട്. നമ്മുടെ പിള്ളേരോട്ട് ചെറിയ പരിപാടിയാണ്. എനിക്കറിയാലോ, മക്കള് വരുന്നേ. ആഘോഷത്തിനാണല്ലോ. പോയി ഭക്ഷണം കഴിക്കും നമുക്ക് അങ്ങോട്ട്. പിന്നെ അപ്പൊ ഓണം കുട്ടനാടൊക്കെ അടിപൊളിച്ച് പോണം. ഞങ്ങളുടെ പൂരം നടക്കാൻ പോകല്ലേ? ആ, വള്ളംകളി. എന്തായി കാര്യങ്ങളൊക്കെ? ഉഷാറല്ലേ? ഉഷാറല്ലേ? ഉള്ള എന്നാ ചോദ്യമാണ്. കുട്ടനാട്ടുകാരുടെ ഇതിന് അപ്പുറത്തൊരു ഉഷാർ വരാനുണ്ടോ? കുട്ടനാട്ടുകാരുടെ ഒരു ഊർജ്ജം. എന്നാ ഊർജ്ജാണ് കുട്ടനാട്ടുകാരെ കൂടുതലായിട്ടും ഈ ഉറക്കെ സംസാരിക്കുന്നവരാ, ശബ്ദത്തിൽ സംസാരിക്കുന്നവരാ. ഈ കരയുന്ന കരയിലേക്കാണ്. അതാണ് കുട്ടനാട്ടുകാരുടെ അത്. അപ്പോൾ ഉറക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഈ തുരുത്തുകളിലൊക്കെ ആണല്ലോ പണ്ട് ആളുകൾ താമസിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പം ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് നമ്മൾ കിഴക്കോട്ട് നോക്കിയോ, ഈ ഒരു മലയിൽ നിന്ന് ഒരു മലയിലേക്ക് സംസാരിക്കുന്നവരൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ വരുന്ന ചില അതിൻ്റെയൊക്കെ സ്വാഭാവികം. ഇപ്പം മാറി, ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം വലിയ ശബ്ദം. ഈ ശബ്ദമാണോ ഈ സ്റ്റേജിൽ കിട്ടിയത്? ആ, സ്റ്റേജിൽ കിട്ടിയത് പണിയെടുത്ത് കിട്ടിയതാണ്. അലറിക്ക് തൊണ്ട പൊട്ടിച്ച് നാടകം കളിച്ച് കിട്ടിയ ശബ്ദമാണ്, അല്ലാതെ അത്. അപ്പോൾ ഇപ്പോൾ കുട്ടനാട്ടിലെ ഏറ്റവും വലിയ കായിക വിനോദം എന്ന് പറയാനെങ്കിൽ ഇപ്പോൾ വലിയ കാര്യം കേട്ടോ. നമ്മൾ ഇതിൻ്റെ അവസാനം വള്ളം കളി എന്ന് കിടക്കുന്നുണ്ട്. ഈ കളി മാത്രം എടുക്കുക, അതൊരു ചീട്ടുകളി പോലൊരു കളിയല്ല ഇത്. ഇത് കരകൾ തമ്മിലുള്ള ഒരു യുദ്ധമാണ്. മാമാങ്കം എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ പഴയ ചരിത്രകഥ. അതുപോലെ കുട്ടനാടിൻ്റെ വിവിധ നാട്ടുരാജ്യങ്ങൾ എന്ന് പറയാം, അങ്ങനെ പല സ്ഥലങ്ങൾ. കുട്ടനാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം കരികളാണ്. സ്ഥലത്തിൻ്റെ പേര് രാമങ്കരി, ഊരിക്കരി, മിത്രക്കരി, കുമരക്കരി, പാണ്ടങ്കരി, കണ്ടങ്കരി, അങ്ങനെ പറഞ്ഞ കരികൾ തന്നെ. കുറേ മാമ്പഴക്കരി, രാമങ്കരി, അങ്ങനെ 28ഓളം കരികളുണ്ടെന്നാണ് എൻ്റെ അറിവ്. അതിൽ കൂടുതൽ ഉണ്ടാകാൻ എനിക്ക് എൻ്റെ കൃത്യമായിട്ട് അറിയില്ല. 28 മേളിലുണ്ടെന്നാലും. ആ 28 കരികളുടെ പല സ്ഥലങ്ങളിലും ഓരോ വള്ളങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ കരകൾ ഇങ്ങനെ നിൽക്കുന്നിടത്തോളം ആ കരകൾ തമ്മിലുള്ള ഒരു കായിക വിനോദമായിട്ടാണ് ഇതിനെ കണ്ടിരുന്നത്. ഈ ഓണസമയം തന്നെയാണല്ലോ ഇതിൻ്റെ ഒരു സീസണിൻ്റെയും തുടക്കം. സീസൺ തുടങ്ങുന്നത് ചമ്പക്കുളം മൂലം വള്ളംകളിയോട് കൂടിയാണ് ഒരു വള്ളംകളി സീസൺ ആരംഭിക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും പഴക്കമേറിയ വള്ളംകളി മൂലം വള്ളം, 400 വർഷത്തിന് മുകളിൽ പഴക്കമുള്ളതാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. അപ്പോൾ ഈ സ്പോൺസർമാരുടെ വരുമെന്ന് ഒരു കണക്കിന് ഈ പണ്ടൊക്കെ ഇത്ര ആയാസമുള്ള പണിയിലേ ഒരു അരവേറിലൊക്കെയാണ് ചെയ്യുന്നത്. തീർച്ചയായും. ഇപ്പൊ നമ്മുടെ ടീം ഭക്ഷണം കഴിച്ചിട്ട് കയറാൻ പോയി വരുന്നടാ, നിൽക്കവിടെ. നിരണം വള്ളമാണ്. നിരണം. പിന്നെ കഴിഞ്ഞ തവണ അതായത് ഈ അപ്പർ കുട്ടനാട്ടുകാരുടെ ഹൃദയം കവർന്നൊക്കെ പറഞ്ഞിട്ടേ. ഇത് നിരണം എന്ന് പറഞ്ഞാലല്ലേ, വള്ളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ യൗവനമാണ്. യൗവനത്തിൽ എത്തിക്കുന്നത് ബാല്യത്തിൽ 4 വർഷമായി ഇറങ്ങിട്ട് കേരളത്തിലെ ഏറ്റവും നല്ല വള്ളങ്ങളിൽ ഒരു വള്ളമാണ്. വളരെ സാധ്യതയുള്ള നിരണം. ലീഡിംഗ് ക്യാപ്റ്റനാണ്. ലീഡിംഗ് ക്യാപ്റ്റൻ നിർദ്ദേശം കൊടുക്കുന്നത്.
കുട്ടനാട് എന്നാ ഭംഗിയാണേ. കുട്ടനാട്ടിൽ ഇച്ചിരി ഭംഗിക്കുറവുള്ള ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഒരുപാട് കാണാൻ കൊള്ളാത്ത. ആരാ പറഞ്ഞു നിങ്ങള് ഇതൊരു ഈ മീശയൊക്കെ പഴയ സ്റ്റൈൽ തന്നെയായിരുന്നു. ഇങ്ങനെ തന്നെ ഇപ്പൊ ഞാൻ ഒരു പടത്തിൽ 2 പടത്തിൽ പോലീസുകാരനായി SI ഒക്കെ ആയിട്ട് നിൽക്കുന്നോണ്ട് ഇരിക്കട്ടെ. നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നല്ലോ നമ്മൾ അറിയാണ്ട് പമ്പടോ. അതാണ് നമുക്ക് നമ്മുടെ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ സമയങ്ങളൊന്നും ഇല്ലത്. അപ്പൊ ഉള്ള സമയം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ നമ്മൾ ദ്രോഹിക്കാൻ എളുപ്പമാണ്. സന്തോഷിപ്പിക്കാനായിട്ടുള്ള ഒരു ആ കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ ഓർത്ത് വെക്കുന്ന അടയാളപ്പെടുത്തലുകൾ ഉണ്ടാകുക, സന്തോഷിപ്പിക്കുക, ചിരിപ്പിക്കുക, തമാശ പറയുക, അല്ല എന്നാ കൊണ്ടുപോകും, തിരിച്ചെന്നാ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ സന്തോഷത്തിൽ നമ്മളിപ്പോ പോകുന്നത് ഈ പമ്പയുടെ കൈവഴിയിലൂടെ. പമ്പയാണത്, അച്ചൻകോവിലും പമ്പയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇവിടുത്തെ അങ്ങനെ ഇത് ദേശീയ ജലപാതയാണ്. ഇപ്പം ഇനിയിപ്പം അടുത്ത് ചമ്പക്കുളത്തെ മൂലം ജലോത്സവത്തോടു കൂടി കേരളത്തിലെ ജലോത്സവങ്ങൾ തുടങ്ങി. കേരളത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വള്ളംകളി പാരമ്പര്യമുള്ള വള്ളംകളിയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. ഇതര 75-75 പകരം വള്ളങ്ങൾ 75 പരം കുറച്ചുകൂടെ ഉണ്ടെന്നാണ് എനിക്ക് ജലോത്സവങ്ങൾ കേരളത്തിൽ ചെറുതും വലുതുമായി നടക്കുന്നത്. അതിൽ ഏറ്റവും വലിയ വള്ളംകളിയാണ് നെഹ്റു ട്രോഫി. അപ്പോൾ അത് എത്രയോ നാളത്തെ 1 മാസം 30 ദിവസത്തേക്ക് പ്രോസസ്സിങ്ങിന് ശേഷമാണ് ഈ വള്ളംകളി ആരംഭിക്കുന്നത്. ക്യാമ്പുകൾ ശക്തമായ ക്യാമ്പിന് ശേഷവും അല്ലെങ്കിൽ നല്ല ഏറ്റവും നല്ല കായിക താരങ്ങളെ ജലകായിക താരങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് 5 പങ്കായക്കാർ കണ്ടോ, 5 കടാകടിയന്മാർ നിൽക്കുന്നത് കണ്ടോ, ഇവരാണ്. അതായത് ഈ കാര്യം ഒന്ന് പറഞ്ഞു തന്നെ, അതായത് ഈ അമരം തൊട്ട് അണിയം വരെ അണിയത്ത് നിൽക്കുന്ന അണിയതല്ലേ. ചുണ്ടൻ വെള്ളത്തിന് ചുണ്ടാണ് അണിയം, അമരം പൊങ്ങി നിൽക്കുന്ന സ്ഥലമാണ്. അതാണ് അമരം എടുപ്പുള്ള അമരം എന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ ഇത് വലിയ പ്രോസസ്സിങ് ഈ വള്ളം പണി എന്ന് പറയുന്നത്. വെള്ളത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇറക്കി നോക്കുകയല്ല, മൊത്തം പണി കഴിഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഇറക്കും. നമ്മൾ സാധാരണ കുട്ടനാടുകാരുടെ ഭാഷയിൽ പറയും, ഒരു ചുണ്ടൻ വെള്ളവും അല്ലെങ്കിൽ ഒരു കളിവെള്ളം നീറ്റിലിറക്കുമ്പോൾ ഒരു തച്ചൻ ജനിക്കുകയും ഒരു തച്ചൻ മരിക്കുകയും ചെയ്ത സ്റ്റാർട്ടിംഗ് ആണല്ലേ. ഒന്നെന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഒന്നേന്ന് ഇപ്പൊ അവര് കൈക്ക് ഇത് ലൂസാക്കി കൈക്ക് പവർ ഉണ്ടാകാൻ വേണ്ടിയുള്ള പരിപാടിയൊക്കെ. കൈക്ക് പവർ ഇത് കൈക്ക് എത്ര പ്രാവശ്യം എടുക്കും? ഇതങ്ങനല്ല, അവർ കണക്ക് പ്രകാരം ഒരു 5 മിനിറ്റ് 4 മിനിറ്റ് ഒക്കെ അങ്ങനെ കയ്യിൽ ലോഡ് അവർക്ക് ബലം അവർ കൈക്ക് കരുത്തുണ്ടാക്കി കൊടുക്കുന്ന ഒരു പരിപാടികളാണ്. ഈ നമ്മൾ രാവിലത്തെ ഈ റിഹേഴ്സൽ കഴിഞ്ഞ പിന്നെ ഉച്ച ഇനി 3 മണിക്ക് 3:30 വെള്ളത്തിൽ കയറും, വീണ്ടും വീണ്ടും ഇനിയിപ്പോ ഒരു ക്യാമ്പിൽ പോയി ഭക്ഷണം എല്ലാം കഴിച്ച് അവർ വിശ്രമങ്ങളും അവരുടെ ആ സന്തോഷങ്ങളും പാട്ടും ബഹളവും നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെ ക്യാമ്പ് അടിപൊളിയല്ലേ. ഞാൻ വിചാരിച്ചു ഇവര് തൊഴ കഴിഞ്ഞ് അവർ കുറച്ചു നേരം കഴിഞ്ഞ് വിശ്രമിക്കും. ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് വിശ്രമമാണ്. ഉച്ചയ്ക്ക് 12:30-ക്കും 1:30-ക്കും ഇടയിൽ ചോറുണ്ടോണം. ഭക്ഷണം കൊടുക്കും. അതിനുശേഷം ഒരു 2 മണിക്കൂർ വിശ്രമം കഴിഞ്ഞാൽ 3 മണിക്ക് ഒരു ഫാളിനാകണം. എന്നിട്ട് വീണ്ടും ഒരു ഫിസിക്കൽ പരിപാടികളൊക്കെ ഉണ്ട്. ഇതൊന്നും പണ്ടില്ലായിരുന്നു കേട്ടോ. എന്റെ ചെറുപ്പകാലത്ത് ഞാൻ തുഴയുന്ന സമയത്തൊന്നും ഇങ്ങനത്തെ പരിപാടികളില്ലായിരുന്നു. വരിക, ഇപ്പൊ ജോലിക്ക് പോയിട്ട് ഞാൻ കൂലിപ്പണിയാക്കിയായിരുന്നു, നെസ്രി പണിയൊക്കെയായിട്ട്. അപ്പൊ രാവിലെ 7 മണിക്ക് നമ്മൾ പണിക്കിറങ്ങും. നേരത്തെ ഇറങ്ങും. സാധാരണ 8:30-9 മണിക്ക് ഇറങ്ങേണ്ടത് നമ്മൾ 7 മണിക്ക് പണിക്ക് ഇറങ്ങിയിട്ട് 3 മണിക്ക് പണി നിർത്തും. പണി നിർത്തിയിട്ട് നേരത്തെ വരും. നേരത്തെ വന്നിട്ട് 4-4:30 കൂടി വള്ളത്തെ കയറി ഒരു 3 നീളം വലിച്ച് കരക്കിറങ്ങുക, കാപ്പി കുടിക്കുക. കാപ്പി തോന്നില്ലേ? ഇത് നോക്കിയത് ഇത് കണ്ടോ, ഇത് ഋതമല്ലേ? ഈ ഋതത്തിനാണ് കണ്ടാ സ്പീഡ് മൂക്കുന്നുണ്ട്, കണ്ടാ സ്പീഡാകുന്നുണ്ട്. ഇതൊരു സ്റ്റാർട്ടിങ് സമയത്ത് ഇതല്ലേ? ഇത് ഏകദേശം മൂത്ത പരിപാടിയാ. ഇത് ശരിക്കും മറ്റേ വള്ളം നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ, നമ്മുടെ ശത്രുവള്ളം അല്ലെങ്കിൽ നമുക്ക് എതിരെ തുഴയുന്ന വള്ളം നമ്മുടെ അടുത്തുണ്ടെങ്കിൽ ചിലപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ഇങ്ങനെ തുഴയേണ്ടി വരും. ആണോ? അതായത് ഏതാണ്ട് 4 മിനിറ്റ് 4.5 മിനിറ്റ് അല്ലേ വരിക? 4 മിനിറ്റ് 9 സെക്കൻഡ് കഴിഞ്ഞ പോലെ. 4 മിനിറ്റ് കണ്ടിന്യൂസ്ലി ഫിനിഷിംഗിലൊക്കെ കണ്ട ആ പുറകിൽ തുഴയുന്നവരൊക്കെ തുഴച്ചിലുണ്ട്. അടിച്ച് ഈ താഴെ ഇരുന്ന് തുഴയുന്ന ഏറ്റവും ബാക്കിലിരിക്കുന്ന 3 പേരില്ലേ, ഈ പങ്കായക്കാരുടെ തൊട്ട് 3-6 പേര്. അവന്മാരുടെ പേര് തോക്ക് തുഴക്കാരുന്ന തോക്ക് തുഴക്കാരൻ. ആ തുഴയുന്ന ടൈപ്പ് തോക്ക് പോലെ നമ്മുടെ വെടിവെക്ക് തോക്കില്ലേ, അവരടിച്ച് തുഴയുന്നവരുണ്ട്. അവരുടെ തുഴച്ചിൽ പ്രത്യേകം ഒരു അടിയുണ്ട് വെള്ളത്തിലോട്ട്, ഒരു അടിയുണ്ട് വെള്ളത്തിൽ വള്ളത്തെ കിളത്തി വിടുന്നവരാ, വള്ളം ഇങ്ങനെ പൊക്കി വിടുന്നവരാണ് തോക്കുപുഴക്കാർ. ഇവരടിച്ചു തുഴയും. ഈ പങ്കായക്കാർ 5 പേരും പങ്കായ എറിയുമ്പോൾ, പങ്കായ എറിയുന്നത് ദൂരോട്ട് വലിച്ചെറിയല്ല, ഇങ്ങനെ കറക്കി ഇങ്ങനെ എറിയുന്ന സമയത്ത് വള്ളം വെട്ടാതെ നോക്കുന്നത് ഈ 6 പേരാ.
അപ്പോൾ വള്ളത്തിന്റെ ഈ ഫ്രണ്ട് അതായത് അണിയം അങ്ങോട്ട് വെട്ടുന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ ഇരിക്കുന്ന ഒന്ന് ആ തുഴ ഇങ്ങനെ നേരെ തുഴയ്ക്ക് ഒരു സൈഡ് കൊടുത്തിട്ട് സൈഡിൽ അടിച്ച് വലിക്കും. മനസ്സിലായി. ഇവിടുത്തെ ഈ അങ്ങ് തിരിച്ചാ തുഴയുന്നെങ്കിൽ ഇവര് വരും. അവരുടെ അപ്പൊ അമ്മമാർക്ക് നോക്കിയാ തുഴയുന്നത്. അവരാണ് ഈ പങ്കായക്കാർ കഴിഞ്ഞാൽ പിന്നെ ഹൈറ്റിലിരിക്കുന്നവർ അവരാ കണ്ടോ. ഇവർക്ക് ഇവിടെ മുതൽ അങ്ങ് അറ്റം വരെ കാണാം. ഈ പുറം ഇരിക്കുന്ന 6 പേർ അത് തോക്ക് തുഴ അടിച്ചു തുഴകാരെന്ന് പറയും. വള്ളം നോക്കേണ്ടത് അവരാ. അവരുടെ ഇരിക്കുന്ന തുഴയുടെ ഷേപ്പ് ഉണ്ട്. ഒരു തോക്ക് പോലെ ഇരിക്കുന്നതാണ്. മനസ്സിലായി. മറ്റേ തുഴയിൽ നിന്ന് വ്യത്യാസമുണ്ട്. അതിന് നട്ടാശ്ശേരി എന്നാണ് അതിന് പറയുന്നത്. നട്ടാശ്ശേരി തുഴ. ഈ പിള്ളേർക്ക് തുടങ്ങി കഴിയുമ്പോൾ വെള്ളം കുടിക്കുകയല്ലേ. പുന്നമടക്കായലിലെ ആ അന്ന് ഇത്ര ഹൗസ് ബോട്ടൊന്നും ഇല്ല. നമ്മളത് ഇങ്ങനെ വെള്ളം കോരി കുടിച്ചിട്ടുണ്ട് ഇങ്ങനെ. ഈ കായലിൽ ഇപ്പൊ ഈ തുഴയുന്ന പിള്ളേർ വെള്ളത്തിലാണ്. അവരുടെ ദേഹം നനഞ്ഞായിരിക്കുന്നത്. എല്ലാം അവരുടെ ഒന്നും വായിൽ ഒരു തുള്ളി വെള്ളം കാണത്തില്ല. അങ്ങോട്ട് ആവേശത്തിൽ നമ്മൾ ശ്വാസം എടുത്തേ ഭയങ്കര ബ്രീത്തല്ലേ. ആ ബ്രീത്ത് ഒരു തുഴയ്ക്ക് ഒരു ബ്രീത്ത് വെച്ചാ ഇപ്പൊ സ്പീഡിലല്ലേ എടുക്കുന്നത്. ഇങ്ങനെ എടുത്തിട്ട് പിടിച്ചിട്ട് അപ്പൊ ആ ബ്രീത്ത് കഴിയുമ്പോൾ കണ്ടല്ലേ വെള്ളം കുടിക്കുന്നുണ്ട്. അത് ഭയങ്കര നമ്മൾ ഇതിന്. പിന്നെ എനിക്ക് പറയേണ്ട ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ അധ്വാനത്തിനുള്ള ഫലം നമുക്ക് റിസൾട്ടിൽ കിട്ടുന്നില്ല. ഇവരുടെ റിസൾട്ട് അല്ലേ പറഞ്ഞത്. മനസ്സിലായി. ഈ 1.5 കോടി രൂപ 2 കോടി രൂപയ്ക്ക് അടുത്ത് ഇപ്പോൾ ഓരോരുത്തർ കളിച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ പൈസ 8.5 ലക്ഷം രൂപയ്ക്ക് അടുത്തേ ഉള്ളൂ ഒരു പ്രൈസ് സമ്മാനത്തുക. 8.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് പ്രൈസ് മണി എന്ന് പറയുമ്പം അതിൻ്റെ ആ നഷ്ടം. പിന്നെ ഏതെങ്കിലും ഒരാൾക്ക് ഇതിനോടുള്ള ഒരു ഭയങ്കര ഇഷ്ടം അല്ലെങ്കിൽ ഒരു ടീം ഇറക്കണം എന്നൊരു തോന്നലാണ് ഈ ഇത്ര ഒരു വള്ളത്തിൽ 100 പേരെങ്കിലും കൂട്ടി 16 ചുണ്ടൻവള്ളത്തിൽ എത്ര പേരായി? 1600 പേരായി. അതുപോലെ ചെറുവള്ളത്തിലും വെപ്പ് വള്ളത്തിലും ഓടിവള്ളത്തിലും ചുരുളംവള്ളത്തിലെ ആളെ കുട്ടിക്ക്. അപ്പൊ എത്ര പേര് മത്സരിക്കുന്ന ഒരു മത്സരം വന്നിട്ടുണ്ട്. എനിക്കൊന്നും വേൾഡ് കപ്പ് നമ്മുടെ ഒളിമ്പിക്സിൽ പോലും ഇത്രയും ഏറ്റവും കൂടുതൽ ആളുകൾ മത്സരിക്കുന്ന കായിക ഒരു ടീമിൽ ഇത്രയും ആളുകൾ മത്സരിക്കുന്ന വേറെ ഒരു മത്സരവും ഇല്ല. അത് ഇതാണ്. മനസ്സിലാക്കാത്ത മറ്റൊരു കാര്യം, ഒരു നാടിൻ്റെ നേരത്തെ അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾ, ചെറുതല്ല സ്ഥായിയായ വലിയ മാറ്റങ്ങൾ പോകുന്നുണ്ട്. പണ്ട് ഒരു കര നമ്മൾ പറഞ്ഞു വന്നിട്ട് ഒരു കരയുടെ പേരും പ്രശസ്തി ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ അല്ലെ ഞാൻ എൻ്റെ ഭാര്യയും അമ്മയും നമുക്ക് തന്നേക്കുന്ന ഈ തുഴ നമ്മൾ സാധാരണ എല്ലാവരും തുഴയാൻ പോകുമ്പോൾ എൻ്റെ വീട്ടിലെ ഒന്നിലും വീട്ടിൽ അച്ഛൻ മരിച്ചുപോയ കാരണം വലിയച്ഛന്മാരെ മനസ്സിൽ ഓർത്ത് പ്രാർത്ഥിച്ച് ആ നാടിൻ്റെ എല്ലാ ദേശത്തിനും ഒരു ദൈവം കാണും. ദേശദൈവം എന്നൊക്കെ പറഞ്ഞ് ആ വിശ്വാസമുള്ളവർക്ക് ആ ദൈവത്തെ വിശ്വസിച്ച് ആ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ട് ആ നാടിൻ്റെ ഇപ്പോൾ എൻ്റെ വെളിനാടിൻ്റെ പേര് ലോകം മുഴുവൻ കേൾപ്പിക്കാൻ വേണ്ടി ഒരു വാളും കൊടുത്ത് എൻ്റെ നാട് എന്നെ പറഞ്ഞു കൊടുത്തത്. അതാണ് അവിടുത്തെ ഏറ്റവും കരുത്തരായവരെ വള്ളത്തെ കയറ്റി കൊടുത്തത്. അവർ ഈ വെള്ളം തെറിക്കുന്ന വെള്ളമില്ലേ, ഈ വെള്ളത്തിന് ചോരയുടെ കളറാണെങ്കിൽ ഈ പച്ചവെള്ളത്തിൽ അല്ലെങ്കിൽ ചോരയ്ക്ക് ഈ പച്ചവെള്ളത്തിൻ്റെ കളറാണെങ്കിൽ നിങ്ങൾ നോക്കും 4 ചുണ്ടൻവള്ളത്തിൽ ചോര തെറിക്കുന്നതാണ്. പൊടി ദൂരെ നോക്കിയാൽ ഒരു തൂവല് വരുന്ന പോലെ ഒരു പൊടി മേളിൽ ഹെലികോപ്റ്റർ കണ്ടാണ് ഒരു മാറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഞാൻ മുന്നിൽ കയറും വഴിവെട്ടി പോവാണ്, സ്വന്തമായി വഴിവെട്ടി എന്ന് പറയുന്ന പോലെ. അപ്പൊ ആ ഒരു വലിയ അപ്പൊ ആ നാടിന്റെ പേരുണ്ടാക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഇപ്പൊ അത് ചെറിയ രീതിയിൽ മാറി ഇപ്പോൾ സാമ്പത്തികത്തിന്റെ കളിയായി. കപ്പടിക്കണം എന്നുള്ള വല്ലാത്ത ആഗ്രഹത്തോടു കൂടി സാമ്പത്തികം മുടക്കി 30 ദിവസം ഒന്നും എൻ്റെ നാട്ടിൽ ഒരിക്കലും ട്രയൽ. നമ്മുടെ നാട്ടിൽ 10 ദിവസം അതിൽ 5 ദിവസം ശരിക്കും അല്ലെങ്കിൽ ഒരു 7 ദിവസം ശരിക്കും ട്രയൽ നടക്കുന്നു. നല്ല ട്രയൽ, ടീം സെറ്റായി. അവിടെ അന്ന് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട് ആളുകൾ. ഇപ്പം ഈ 30 ദിവസത്തെ ഇതാ. കാരണം അതുകൊണ്ട് മത്സരത്തിന്റെ സമയത്ത് വേഗം കൂടിയില്ലേ? വേഗം കൂടി എന്ന് പറയുന്നതിനകത്ത് മറ്റൊരു ചെറിയൊരു കണക്ക് പറയാം. ഒരു തമാശ കണക്കായിട്ട് നിങ്ങൾ കണ്ടാവും. ഈ പഴയ കാലത്ത് ഈ വള്ളങ്ങൾ ഇത്രയും സ്ട്രോങ് ആകുന്നതിന് മുമ്പ് ഈ തുഴയ്ക്ക് ഇത്രയും വീതി ഇല്ലായിരുന്നു. 5 ഇഞ്ച് വീതി, 9 ഇഞ്ച് വീതി ഉണ്ട്. 5 ഇഞ്ച് വീതിയേ ഉള്ളൂ ഇപ്പം അന്നത്തെ തുഴയ്ക്ക്. ആ തുഴയും ഈ വള്ളത്തിൽ ഇപ്പം സ്ലീക്ക് അടിക്കാറുണ്ട്. ഈ വള്ളം കരക്കേറ്റും. ഇപ്പം കളിയുടെ കുറച്ച് ദിവസം മുമ്പ് വെള്ളം കരക്കേറ്റിട്ട് വെള്ളം തേച്ച് മിനുക്കി പോളിഷ് ചെയ്ത് സാധനം അടിച്ച് പോളിഷ് ചെയ്ത് പേപ്പർ പിടിച്ച് റെഡിയാക്കിയിട്ട് സ്ലീക്ക് അടിക്കും. സ്ലീക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്വാളിറ്റിയുള്ള സ്ലീക്കാണ് അടിക്കുന്നത്. വെള്ളവും വെള്ളമായിട്ട് യാതൊരു ബന്ധവും കാണുന്നത്. ഊതിയാൽ വെള്ളത്തിന്റെ പുറയിൽ അമരത്തൂതിയാൽ പോണെന്ന് ആ പരുവത്തിൽ കണ്ണാടി പോലെ ഇരിക്കും. അന്ന് ഞങ്ങൾ അവിടെ പ്രായമുള്ളവർ മുട്ടയുടെ വെള്ള തേക്കും. അത് കഴിഞ്ഞിട്ട് ഗ്രീസ് തേക്കാൻ തുടങ്ങി. ഗ്രീസ് തേച്ചിട്ട് വാഴയില കൊണ്ട് റിവേഴ്സാണ് പിടിക്കുന്നത്, മുന്നോട്ടാണ് പിടിക്കുന്നത്. അങ്ങനെ പോലൊരു തടസ്സം വരരുതെന്ന് ഗ്രീസ് ഇങ്ങനെ വാഴയില എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചിങ്ങനെ ചേർത്ത് പിടിക്കും മിനുസപ്പെടുത്താൻ. അപ്പം അങ്ങനെ ചെയ്ത് അത് ഈ 1350 മീറ്റർ ദൂരം ഉണ്ടായിരുന്നു. അന്ന് രാവിലെ വൈകിട്ട് ട്രയലില്ല, പണിയും കഴിഞ്ഞ് വന്ന ട്രയൽ. എല്ലാ പ്രോസസ്സും അന്ന് 1350 മീറ്റർ 5 മിനിറ്റ് 5.5 മിനിറ്റിൽ അന്നുള്ള ഒരു തുഴഞ്ഞടുപ്പിച്ച്
ഇതൊന്നുമില്ലാതെ പങ്കായത്തിന് വീതി കുറവാണ്, വള്ളത്തിന് കുറവാണ്. ആണ്. പക്ഷെ ഇന്ന് ഇതെല്ലാം ഉണ്ടായിട്ടും 4.5 ലിറ്ററെ 1150 വരുന്നുള്ളൂ. അപ്പം ആരോഗ്യമുള്ളവരും തുഴച്ചിക്കാരും ആരായിരുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. തമാശയായിട്ട് പറഞ്ഞത്. ശരി. ഞാൻ കാണിച്ചിട്ടെ, ഈ ഇവരാരും നേരെ തല മുന്നോട്ട് നോക്കാൻ കുനിഞ്ഞു വരണമെന്നാ. അപ്പൊ വള്ളത്തിന്റെ മുന്നോട്ടുള്ള നിയന്ത്രണം ബാക്കിൽ നിൽക്കുന്ന അമരത്തുള്ള 4 പേര് 5 പേര് 4-5 പേര് നമ്മുടെ തൊഴുത്തിലുണ്ട്. പൊളി. ഇപ്പൊ അടിക്കുന്ന ലാസ്റ്റ് ഫിനിഷിംഗ് സമയത്ത് അല്ലേ? സൂപ്പറാടാ, സൂപ്പർ. എടാ നീ സൂപ്പറാട്ടോ. ആ തുപ്പിയവൻ തുപ്പുന്നവൻ അവൻ സൂപ്പർ. അവൻ എല്ലാരും പോക്കോഴ സൂപ്പറായിട്ടുണ്ടോ? സൂപ്പറാണ്. അതല്ല എന്റെ അലക്കണില്ല പറഞ്ഞ മതിയടാ, മതി. കുട്ടനാടൻ പുഞ്ചയിലെ ചിങ്ങക്കാറ്റ് തുഴ വീശി. വള്ളത്തിൽ സാധാരണ 2 ഇടിയന്മാരാ മത്സരത്തിന് മുമ്പ് നിർബന്ധമായി കണ്ടില്ല. ഇതിപ്പോ എന്തോ സൂര്യ കൊണ്ട് കണ്ടില്ല. അത് 2 ഇടിയന്മാരുടെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ താളം വള്ളത്തിൽ പോകരുത്. നിങ്ങളുടെ എന്നെ ഈ പറയുന്ന ശബ്ദത്തെക്കാട്ടിൽ ഉപരിയാണ് ഈ കേൾക്കുന്ന ശബ്ദം. ഇതിന്റെ സ്ഥലത്തിനൊരു വെടിതടി എന്നാണ്. അത് ഇടിതാളം പോകുന്ന സ്ഥലമാണ്. അതും ആഞ്ഞിലി തന്നെയാണ്. ആഞ്ഞിലി അതല്ല, അവിടെ ഒരു പെട്ടിയാണ് വന്നിട്ട് ഒരു ബോക്സ് പോലെ. ഞാൻ കാണിക്കാം. ഒരു ബോക്സ് പോലെ. ആ ബോക്സിനകത്ത് ഒരു ഹോളുണ്ട്. ആ 2 ഹോളാണ്. ആ 2 ഹോളിന്റെ മേളിൽ ഒരു പല കെട്ടിങ്ങനെ മൂടിയിട്ടിരിക്കുക. ആ പലയ്ക്ക് ചെറിയൊരു വട്ടപ്പ് കാണും. ആ വട്ടപ്പിന് മേലോട്ട് ഈ ലോഡ് വന്ന് ഇടിക്കുന്നത്. അപ്പോൾ ഈ എയർ ഈ ഹോളിനകത്തോട്ട് ഇറങ്ങുമ്പോൾ കൊണ്ടാകുന്ന ശബ്ദമാണ് ഈ വള്ളത്തിൻ്റെ അണിയം മുതൽ അമരം വരെ ഈ ശബ്ദം കേൾക്കുന്നത്. വേറെ എന്നാ പറഞ്ഞാലും നമുക്ക് കേൾക്കാൻ പാടായിരിക്കും. കാരണം ഇതിൻ്റെ ഒപ്പം തന്നെ വേറെ 3 ചുണ്ടുമ്പുള്ള ഇവിടെ കാണും. അപ്പോൾ ഇതിൻ്റെ ശബ്ദവും കരയ്ക്കുള്ള ആവേശവും കേൾക്കുമ്പോൾ നമ്മുടെ ഈ വള്ളത്തിലെ താളം മാത്രം നമ്മൾ കേൾക്കും. പിന്നെ ഇവർ ഈ തുഴയുന്ന പയ്യന്മാർ വായടച്ചിരിക്കാനുള്ള ഇവരുടെ ഉള്ളിൽ ഒരു താളമുണ്ട്. ആ താളം വിടാതെ മുൻതുഴ നോക്കി ആ താളത്തിന് പോകും. ഇങ്ങനെ ഇതിൻ്റെ നമുക്ക് മനസ്സിലല്ലോ 1-ാം തുഴ എല്ലാം ആ ഒരു പല വള്ളത്തിലും 5 ഒറ്റത്തുഴ 7 ഒറ്റത്തുഴ എന്ന് പറഞ്ഞായിരിക്കുന്നത്. ആ 5 ഒറ്റത്തുഴ എന്ന് പറഞ്ഞാൽ ഒന്നിന് പുറകിൽ ഒന്നായിട്ടിരിക്കുന്നതാണ്. ഈ വെള്ളത്തിൽ നമ്മൾ എത്ര ഒറ്റത്തുഴ? 7 ഒറ്റത്തുഴ. 1 2007 1 2 3 4 5 1 2 3 4 5 ഉള്ളൂ. പിന്നെ 2 പേര് ഇരിക്കുന്നുണ്ട്. 2 അവിടെ ഒരാടെ പുറകിൽ ഒരാളായിട്ടുള്ളൂ. ബാക്കിയെല്ലാം പെട്ടയാ. ഓക്കെ മനസ്സിലായി. അവിടെ ശരി. അവിടെ 4-7 അങ്ങനെ 7. കാരണം നേരെ ഇരുന്നാൽ അവിടെ വീതി വള്ളത്തിന് വീതി കൂടി വരുന്നതുകൊണ്ട് അവിടെ ഒരു സൈഡ് മാറി ഇരിക്കാനോ. മനസ്സിലായി. അപ്പം തുഴ മറിക്കുക എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അതായത് ഇപ്പൊ ഇങ്ങനെ സൈഡ് തുഴയുന്ന 5-7 പേരിൽ 1 2 3 തുഴ ഇപ്പുറത്തില്ലേ? ആ 3 തുഴക്കാർ അപ്പുറത്തോട്ട് വരും. അപ്പുറത്ത് 4 തുഴ ഇപ്പുറത്തോട്ട്. അവർക്ക് മാത്രമേ അതിന് സൗകര്യമുള്ളൂ. ബാക്കി ഇവരെല്ലാം ഒരു സൈഡ് വരെ. ഇത് പങ്കായർ ഇതാണ് പങ്കായർ. ഈ 5 പങ്കായക്കാരിൽ ഈ സാധാരണ പങ്കായർ നമ്മൾ താഴെ നല്ലേ നമ്മളിപ്പോൾ എണ്ണുന്ന അവിടെ നല്ലേ. പക്ഷെ ഇവിടെ വരുമ്പോൾ മാത്രം മേളിൽ നിന്ന് എണ്ണത്തുള്ളൂ. 1-ാം പങ്കായക്കാരനാണ് ഏറ്റവും ബാക്കി നിൽക്കുന്നത്. 1 2 പുള്ളിയാണ് ശരിക്കും ഹെവി ഡ്രൈവർ. വള്ളത്തിന്റെ ദിശ ഇവർ 5 പേര് തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അപ്പോൾ ഇവർ 2 പേര് എറിയും. 2 പേര് എറിയുമ്പോൾ ബാക്കി 3 പേര് വള്ളം നോക്കും. ഈ ബാക്കി 3 പേര് വള്ളം നോക്കുന്നത് ഈ 2 പേര് എറിയും. പിന്നെ 2 സൈഡിലും അതായത് വലതുവശവും ഇടതുവശവും ഒരേ ഏറ്റിന് തുഴ വീണ് വള്ളത്തിൻ്റെ സ്പീഡും വള്ളം ഒരു കുഴപ്പമില്ലാതെ കൃത്യമായി പോകുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ ബൈക്ക് ഓടിക്കാണെങ്കിലും കാർ ഓടിക്കാൻ വണ്ടി കറക്റ്റായിട്ട് പോകുന്നുണ്ട്. നമ്മൾ കൈ ഒന്ന് റിലാക്സ് ചെയ്യില്ല. ആ റിലാക്സേഷനെ കുറിച്ച് ഇവർക്ക് ബോധ്യം വരുന്ന സമയത്ത് 5 പങ്കായ കൂടെ കറക്കി എറി ചിറക് പറന്ന് കയറുന്ന പോലെ വരും. അപ്പോൾ പുഷ്പ ട്രെയിൻ പോലെ അപ്പോൾ ഈ കുതിപ്പ് എന്ന് പറഞ്ഞാൽ ഇവർ ഒരു ഒറ്റപ്പൂട്ട് തുഴയ്ക്ക് ഗുണം ചെയ്യും ഇവരുടെ 5 പേരുടെ ഒരു. പിന്നെ ഇതെല്ലാം സിഗ്നൽസുകളാണ് ഇവർ തമ്മിൽ പരസ്പരം ഒരു ധാരണയുണ്ട്. ആ ധാരണ നമുക്ക് കുറച്ച് ലീഡിംഗ് ക്യാപ്റ്റൻ ആണോ പിന്നെ താളം മുറുക്കാനോ ഒക്കെ പറയാം. അത് ചിലപ്പോൾ നമ്മൾ ലീഡിംഗ് ക്യാപ്റ്റന്മാർ ചിലപ്പോൾ ഇറങ്ങി നിൽക്കാറുണ്ട്. അതായത് 1-ാം ലീഡിംഗ് ക്യാപ്റ്റനാണ് ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് 1-ാം നിലക്കാരൻ ആ ചുമല ഉടുപ്പിട്ട് നിൽക്കുന്നുണ്ട്. അതെ, ആ കക്ഷി അവനാണ്. അദ്ദേഹം ഇദ്ദേഹത്തിന്റെ കോച്ചാണ്, ശിഷ്യനാണ്. അപ്പോൾ ഈ പുള്ളിയാണ് ഈ നടുക്കുന്നത്. ഈ ആളാണ് ഇതിന്റെ ശരിക്കുള്ള തന്ത്രങ്ങൾ വരുന്നത് ലീഡിംഗ് ക്യാപ്റ്റൻ. അപ്പോൾ ചിലപ്പോൾ ശബ്ദത്തിന്റെ പ്രശ്നം, ശബ്ദ കൂടുതലുള്ളവരോ അല്ലെ അതിന് കുറച്ചുകൂടി ഇതായിട്ട് അടുത്ത ആളിനെ മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കാനുള്ളത് ഇതൊക്കെ ആയിട്ട് അവരുടെ സൗഹാർദ്ദപരമായി ഇവൻ അങ്ങോട്ട് എടുക്കും. എന്നാലും ഇവൻ ഇദ്ദേഹത്തോട് ഒപ്പീനിയൻ ചോദിച്ചതിന് ശേഷം മാത്രമേ തീരുമാനം എടുക്കൂ.
ഇതിപ്പോൾ ട്രയൽ ആയതുകൊണ്ട് മാത്രം ഇങ്ങനെ തുഴയുന്നത്. ഇത് നെഹ്റു ട്രോഫി തുഴയുമ്പോൾ 1350 മീറ്റർ ദൂരമാണ് നെഹ്റു ട്രോഫിയുടെ ദൂരം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിനെ 1101 കിലോമീറ്റർ 150 മീറ്ററോടാക്കി ചുരുക്കിയിട്ടുണ്ട്. ആ ചുരുക്കിയ ടൈമിന് നമ്മൾ 3ഉം 4ഉം ആയിട്ട് ഡിവൈഡ് ചെയ്യും. ചിലർ 3ആയിട്ട് ഡിവൈഡ് ചെയ്യും, ചിലർ 4ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിൻ്റെ കാരണം സ്റ്റാർട്ടിങ്ങിൽ വള്ളം വിടുന്ന സ്റ്റാർട്ടിങ്ങിൽ 3-10 പറയും. അതായത് 1-2 ഈ നിലകാർ ഇത്രയും പേര് 1 വിളിച്ചാൽ ഈ തുഴയുന്നവരെല്ലാം 2 വിളിക്കും. ഓക്കെ, മനസ്സിലായി? അവിടെ തുഴയെറി 1 പറയുമ്പോൾ ഇവർ 2 പറയും. 2 പറയുമ്പോൾ പിന്നെ 3 പറയും, 4 അങ്ങനെ 10 വരെ ഉണ്ട്. വീണ്ടും 1 അങ്ങനെ 3ഉം 10 പറഞ്ഞത് 30 തുഴ വീഴുമ്പോൾ ഈ വെള്ളത്തിന് മാക്സിമം സ്പീഡ് തുടങ്ങും. അതായത് വെള്ളം പതുക്കെ എടുത്ത് പോകുന്നത് അങ്ങോട്ട് കുറച്ചുകൂടെ വരുന്നത്. നമ്മൾ കുറേ മുന്നോട്ട് പോയിക്കുമ്പോൾ ഈ 1150 മീറ്റർ ദൂരത്തെ 3ആയിട്ട് കട്ട് ചെയ്ത് അല്ലെങ്കിൽ 4ആയിട്ട് കട്ട് ചെയ്തതിന് ഒരു ഇന്ന സ്ഥലം, അത് നമ്മുടെ അവിടെ നെഹ്റു ട്രോഫിയുടെ സ്ഥലത്തിന് ചെറുമുറി എന്നുണ്ട്, കുരിശടി എന്ന് പറയുന്നുണ്ട്. ആ സ്ഥലം അത് കറക്റ്റ് അവർ അടയാളം വെച്ചിരിക്കുന്നത്. കുരിശടി പോലെയുള്ള സ്ഥലം ഒരു 4-5 വള്ളപ്പാട് നീന്തി കഴിഞ്ഞാലും 4-5 വള്ളപ്പാട് നീന്തി കഴിഞ്ഞിട്ടും മറ്റേ വള്ളം നമ്മുടെ വള്ളത്തിനൊപ്പം ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് ഒരു തുഴ പോലും മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല. തുഴയില്ല, മുന്നോട്ട് വള്ളത്തിന് തല വെക്കാൻ പറ്റുന്നില്ല. തല വെക്കാതെ വള്ളത്തിന് നമ്മുടെ പാട് തല വെക്കാൻ പറ്റുന്നില്ലെന്ന് കണ്ടാൽ അതൊക്കെ ഇവരുടെ 3 പേരുടെ ഈ നിലകാർ തമ്മിൽ ഒരു ആലോചന വെക്കും. അതിനിടയ്ക്ക് അതൊക്കെ സിഗ്നലുകളാണ്. ഇങ്ങനെ നോക്കിയിട്ട് അടുത്തതിലേക്ക് ഇടാന്ന് പറഞ്ഞാൽ ഈ ഇടിക്കുന്ന ഇടിയുണ്ടോ, ഈ ഇടിക്കുന്ന ആളുടെ ഇത് താളം മുറുകാൻ പോവാ. താളം മുറുക് ഇവരുടെ ഇപ്പം തുഴഞ്ഞതിൽ നിന്ന് മാറുന്നുണ്ടാണ്. തുഴച്ചിൽ സ്പീഡ് കൂടും കണ്ടോ, നേരത്തെ വന്നതിനെക്കാട്ട് സ്പീഡ് കൂടും. ഇപ്പം ഒരു ഊതാൻ തുടങ്ങും. ഈ ഊത്ത് കണ്ടോ, ഈ ഊത്ത് ഇപ്പോൾ എല്ലാവരും എടുക്കും എന്നാണ്. ഇവർ ആ ഊത്തിൻ്റെ ശബ്ദത്തിനൊക്കെ ഒരു വ്യത്യാസം വരും. ഇപ്പം കണ്ടോ, 1, 2, 3, 4, 5 നിലകാരാണ്. ഇത് ഇപ്പം 5 പേരാണ്. ആ പുള്ളി നിലകാരനാണ്, താളക്കാരൻ, കൈമണി ഇതെല്ലാം ഉൾപ്പെടെ 5 പേര് എല്ലാവരും. താളക്കാരനല്ലേ? 2 താളം. സ്പീഡ് കൂടുന്നുണ്ട്, സ്പീഡ് കൂടുന്നത് ഈ സിഗ്നൽ എല്ലാവർക്കും കിട്ടും. കണ്ടോ, സ്പീഡ് കൂടുന്നുണ്ട്. കണ്ടോ, ഇവർ നമ്മൾ സംസാരിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ, സ്പീഡ് കൂടിയണ്ട. കണ്ടോ, ഇതൊക്കെ ഫിനിഷിങ്ങിൽ സ്റ്റാർട്ടിങ്ങിൽ തുഴയാണ്. ഇത് ഫിനിഷിങ്ങിൽ ഇതിനെക്കാട്ട് ചേർത്തിക്കും. ഫിനിഷിങ് ഒപ്പം വെള്ളം വരുമ്പോൾ കുറച്ചുകൂടെ കണ്ടോ താളം മറന്നുണ്ടോ, താളം പറയും. ഉണ്ടോ, ഇനി ഒന്നുമില്ല, തീർത്തലക്കേക്കാണ്, ഇനി മരിച്ചേക്കാനാണ് പറഞ്ഞത്. ഇനി വേറെ ഒന്നും കയ്യിലില്ല. പക്ഷെ ഇതുപോലത്തെ ഊത്തി കരയുന്ന ആൾക്കാർ ഊത്തുമ്പോൾ കേൾക്കില്ല. അത് എല്ലാ വള്ളത്തിലും ഇതുപോലെ അടുത്തടുത്ത് വെള്ളം പോവല്ലേ? എല്ലാം ഈ സെയിം സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. ഈ താളവും ഈ ഊത്തും തന്നെയല്ലേ? അപ്പോൾ എന്തൊരു ശബ്ദമായിരിക്കും അത്. 4 വെള്ളത്തിൽ കൂടെ വരുമ്പോൾ ഇതേ തന്നെ 6 റൺ പറ്റുണ്ടോ തോന്നുന്നു. അപ്പോൾ 4 വെള്ളത്തിൽ ഇടക്കുമ്പോഴോ കരയ്ക്കുന്നുള്ളാകുമ്പോഴോ മനുഷ്യൻ വല്ലാതെ ആവേശഭരിതനായി പോകും. ഇത് ഈ മ്യൂസിക് താളം ലോകത്തെ വേറെ ഒരു സ്പോർട്സിലും ഇല്ല. ആർട്സും സ്പോർട്സും കൂടെ മിക്സ് ചെയ്തത്. കളിവള്ളങ്ങളിൽ ഇനി ആനയും കൂടെ കയറാവുള്ളൂ, ബാക്കിയെല്ലാം കയറി. ഊത്ത് കയറി, ചെണ്ട കയറി, കൈമണി കയറി. ചുണ്ടത്തിരിക്കുന്ന ആൾക്കാർ ആകെ ഒരു കണക്ഷൻ കാലിലൊരു കാലിലുള്ളൂ. അപ്പൊ അവര് ബാലൻസ് ചെയ്ത് നിൽക്കുവോ? പിന്നെ അവിടെ നിന്നോണ്ടിരിക്കല്ലേ? ഇല്ല, അറിയാവുന്നല്ലേ ഇരിക്കുന്നത്, നമ്മളൊന്നും അല്ല ഇരിക്കുന്നത്. ഇരുന്നിട്ടല്ലേ? ഞാൻ ഇരുന്നിട്ടുണ്ട്. അല്ല, നമ്മളെ പറഞ്ഞത് അത് 2 കാര്യം. നല്ല പവർകാരനായിരിക്കണം, പിന്നെ മനസ്സിന്റെ ഇടം വേണം. അവിടെ കണ്ടില്ല, അവരുടെ നേരെ ഫ്രണ്ട് വെള്ളം മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഈ വള്ളത്തിന്റെ തല കണ്ട ചിലപ്പോൾ 3 തുഴക്ക് 4 തുഴ പൊങ്ങി നിൽക്കുന്നുണ്ടാ കണ്ടാ? ആ ഒന്ന്. അപ്പൊ അവിടെ നേരത്തെ വള്ളത്തിന്റെ പണി അങ്ങനല്ലായിരുന്നു. ആ വള്ളത്തിന്റെ പണിയെ കുറിച്ച് കണ്ട. അപ്പം ആ നേരത്തെ ഈ ഒന്നാമതിരിക്കുന്ന പുള്ളിയില്ലേ, ആ പുള്ളിയുടെ കാൽപാദത്തിനവിടെ ഒരു വെള്ളം വരുവാണ്. ഇപ്പൊ തല ഇച്ചിരി പൊക്കി പണിയാൻ തുടങ്ങി. തല പൊക്കുന്നില്ല. അപ്പൊ അത് എന്റെ ഒരു ടെക്നോളജി മാറിയില്ല. ഞാൻ ചോദിക്കാം, അതായത് ഈ അവിടെ അതിന് തുഴയുന്ന ആളെ പോലെ തന്നെ ഈ നെഞ്ചിടിക്കുന്ന ഒരാൾ എനിക്ക് ഈ ബോട്ടിൽ കാണാം. അത് എനിക്ക് ആദ്യം നമ്മൾ അഭിലാഷ് അഭിലാഷ് വള്ളത്തിന്റെ ആധികാരികതയെ കുറിച്ച് എന്നെക്കാട്ടിൽ കൂടുതൽ അറിയാവുന്ന. നമസ്കാരം ചേട്ടാ, ചേർന്നിരുന്നോ? അപ്പളേ ഞാൻ ചോദിക്കായിരുന്നു, ചേട്ടന്റെ ഒരു നെഞ്ചെടുപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആചാര്യമാർക്ക് വല്ലാത്ത നെഞ്ചെടുപ്പിട്ടല്ലേ? നമ്മള് കുട്ടനാടിന്റെ നാട്ടുകാർ പറയുന്ന ഒരു ഭാഷയുണ്ട്, ഒരു ചുണ്ടൻ വെള്ളമോ അല്ല ഒരു കളിവെള്ളം വെള്ളത്തിലിറങ്ങുമ്പോൾ ഒരു ആശാരി ജനിക്കുകയും ഒരു ആശാരി മരിക്കുകയും കൂടെ. ആ വെള്ളം നന്നായാൽ ആശാരി ജനിച്ചു, വെള്ളത്തിന് അപാകത പറ്റിയാൽ മരിച്ചു. ശരിയല്ലേ? പിന്നെ ഇവർക്കുള്ള ഞാൻ സംസാരിക്കും ഇങ്ങനെ പറഞ്ഞത്. അല്ല, ഇതിന്റെ ഒരു കണക്കൊക്കെ ഇത് എങ്ങനെയാണ്? ഇതിന് പഴയ ആൾക്കാരോട്ട് തുടങ്ങുന്നതാണല്ലോ. ഇതിപ്പോ എത്തരത്തിലാണ്? അത്ഭുതമാണ്. അതെ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചുണ്ടൻവെള്ളം പണിത വീട്ടിലെ ആളാണ്. നമ്മുടെ അപ്പൂപ്പനാണ്. എന്റെ മുത്തശ്ശൻ നീലകണ്ഠൻ ആചാര്യായിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് നാരായണ ആചാരി, പിന്നെ അതിന്റെ അച്ഛന്, പേരപ്പന്, ഉപ്പാപ്പന്, അവരെല്ലാം. നിങ്ങളുടെ വീട്ടിൽ പണിത ഒരു 2-3 ചുണ്ടൻവള്ളങ്ങളുടെ പേരെന്ന് പറയാമോ?
ഞങ്ങളുടെ വീട്ടിലല്ല ഇപ്പൊ കുടുംബക്കാരുമാണ്. നാരായണാചാരി കോൽമുക്ക് നാരായണാചാരി പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. കേരളത്തിലുള്ള എല്ലാ ചുണ്ടുമുള്ള ഇവരുടെ വീട്ടുകാരുണ്ട്. അല്ലാതെ വേറെ അത് ഇത് ഈ ഒറ്റ ഐറ്റമേ ഉള്ളൂ, വേറെ ഐറ്റം ഇല്ല. ഇവര് മാത്രമേ കൂടുതലായിട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വേണിച്ചേട്ടൻ നിങ്ങളുടെ അങ്ങനെ മറ്റേ സെന്റ് ജോർജ് ഇതിന്റെ ഏറ്റവും വലിയ പ്രോസസ് ഇപ്പോഴത്തെ തലമുറ നിങ്ങളും മറ്റേ ചേട്ടൻ ഇവർ രണ്ടുപേരാണ് നമ്മളെ എന്നെ പോലെ ചെറുപ്പക്കാര്. നിങ്ങളെ പ്രായമുള്ളവരൊക്കെയാണോ? ഞാൻ മാറിയിട്ടേക്കാം. അത് വള്ളങ്ങള് ആണല്ലേ. പിന്നെ എനിക്ക് വേദനാജനകമായ കാര്യം, ഞാൻ പല സ്ഥലങ്ങളിൽ പല വേദിയിൽ വള്ളങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ജവഹർ താങ്കരി എന്ന് പറഞ്ഞൊരു വള്ളം ഞങ്ങൾ തുഴയും, ഇദ്ദേഹത്തിന് അപ്പം പണിത വള്ളമാണ്. അപ്പോൾ അത് വള്ളം നമ്മൾ 4 മിനിറ്റ് 19 സെക്കൻഡിൽ ഈ നമ്മുടെ ട്രയൽ സ്ഥലത്ത് തുഴഞ്ഞെടുപ്പിച്ചപ്പോൾ നമ്മുടെ എല്ലാവരും പറഞ്ഞു സാധ്യതയാണ്. കുറേ വർഷം മുമ്പ് 2015 മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വള്ളം ജയിക്കാൻ സാധ്യതയുണ്ട്, ഭയങ്കരമാണ്, മറ്റൊന്ന് മാടയാണൊക്കെ പറയും. അപ്പോൾ 1-2 ആളുകൾ എന്ന് പറഞ്ഞ് അന്ധവിശ്വാസം ഇതിൻ്റെ കൂട്ടത്തിലുള്ള വിശ്വാസവും അന്ധവിശ്വാസവും ഉണ്ട്. അപ്പോൾ പറഞ്ഞ് ആ വള്ളത്തിന് ശാപവെള്ളമാണ്, അത് ഇവരുടെ അപ്പൂപ്പൻ്റെ പുള്ളി വരുന്നതിന് മുമ്പ് ഇറക്കുന്നത്, അങ്ങനെയൊക്കെ ഒരിക്കലും ചുമ്മാ പറയുന്നുണ്ടാക്കുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ ഈശാവശ കാണും, എന്തെങ്കിലും മാനസിക. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എന്തെങ്കിലും നമുക്കായിട്ടത് ഏശരുത്, നമുക്കായിട്ടത് ബാധിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഞങ്ങളൊരു 5 പേര് കൂടി ഇവരുടെ കോയമുക്കിൽ വീട്ടിൽ ചെന്ന് ഒരു ദക്ഷിണ വെച്ചിട്ട് നമ്മളൊരു ക്ഷമയങ്ങ് പറഞ്ഞേക്കാം. ഞങ്ങളോട് കിടക്കുന്നത്, കാരണം നമ്മൾ ഇവിടെ കിടക്കുന്ന ഒരു വസ്തു എടുത്തുകൊണ്ട് പോയി തുഴയുന്നവരാ. വള്ളമായിട്ട് നമുക്ക് ബന്ധമില്ല. ആ വള്ളം പണിതതിന് ശേഷം ആ വള്ളം കൂലിക്ക് എടുത്തുകൊണ്ട് പോയി തുഴയുന്ന ആളുകളെ. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തേക്ക് എന്തെങ്കിലും മാനസിക വ്യഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാകരുതെന്ന് പറയാൻ വേണ്ടി ചെല്ലുമ്പം പാടത്തിൻ്റെ നടുക്കാണ് വീട്, കുടുംബ വീട്. ഞാനിത് എഴുത്തി പറയല്ല, ആളുകൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒരു കാര്യം പറയും. പാടത്തിൻ്റെ നടുക്കാണ്. അന്ന് വെള്ളം കയറിയിരിക്കുന്നത് സമയം, ഇതേപോലെ സമയമാണ്. ആ വീട്ടിലേക്ക് പോകാൻ ഞങ്ങൾക്ക് ഒരു വള്ളമില്ല. അന്ന് എൻ്റെ 19-20 ചുണ്ടൻവള്ളം പണിത വീട്ടിലേക്കാണ്. ചുണ്ടൻവള്ളം പണിത ഒരു ആചാര്യയുടെ വീട്ടിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ നേരാണോ മുത്തേ ഞാനീ പറഞ്ഞത്, അവിടെ ചെല്ലാൻ വള്ളമില്ല. എൻ്റെ തൊട്ട് പുറകിലൊരു വീട്ടിലൊരു വള്ളം കിടക്കുന്നു. ആ വള്ളത്തെ ഞങ്ങളോട് ചെന്ന് കൈയും കാലം പിടിച്ച് അവർ വരുന്ന പൊക്കോളം പറഞ്ഞ് ഒരാളൊരു പാത്രത്തിന് വെള്ളം കോരി കളയുകയും വേർത്ത് തുഴയും കൊണ്ട് ഞങ്ങൾ 6 പേര് ഈ കടലിനടുത്ത് അവിടെ അപ്പൻ്റെ അവിടെ ഒരു തിരിയെല്ലാം കത്തിച്ച് ഞങ്ങൾ ദക്ഷിണയൊക്കെ വെച്ച് ഞാൻ കരഞ്ഞ് പറഞ്ഞാൽ പോകുന്നത്. എനിക്ക് ഞാൻ ആ വീടിൻ്റെ ഭാഗത്തേക്ക് കിടക്കുന്നത് പിണ്ടി കൊണ്ടൊരു ചെങ്ങാടം കിടക്കുന്നത്. പിണ്ടി ചെങ്ങാടം വാഴപ്പിണ്ടിയുണ്ട്. 19-20 ചുണ്ടൻവള്ളം പണിത മനുഷ്യൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒരു പിണ്ടിച്ചങ്ങാടത്തല്ല അന്ന് പോയത്. ഞങ്ങൾ അവിടെ ആ വീട്ടുകാർ യാത്ര ചെയ്തു. ഇതിനെ പറയാനുള്ള കാര്യം, ഈ വള്ളങ്ങൾ ഇവർ നിർമ്മാണം ഉണ്ടെങ്കിൽ മാത്രം, അപ്പോൾ ഞങ്ങൾക്ക് പൈസ കൊടുക്കുന്നില്ല, നിർമ്മിക്കാൻ ഒരാളുള്ളതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന കൃത്യമായ പരിഗണന കിട്ടുന്നുണ്ടോ എന്നുള്ളത് ശരിയാണോ നമുക്ക്? ഇവർക്ക് നെഹ്റു ഒരു പാസ് പോലും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞത് ഇവരെ കൂടെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട നെഹ്റു ട്രോഫിയിൽ വരുമ്പോൾ ഇവർക്കൂടെ ഒരു കസേരയെങ്കിലും കൊടുക്കേണ്ട ഒരു മാനം ഇപ്പോൾ ഉണ്ടോ? എന്താ ഇപ്പോഴും അത് വേണ്ടുന്ന പോലെ ആയിട്ടില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ്റെ പേരിൽ ഇവരുടെ കുടുംബത്തിൻ്റെ പേരിൽ ഒരു മികച്ച കായിക താരത്തിന് നെഹ്റു ട്രോഫിയിൽ ഒരു സമ്മാനം അല്ലെങ്കിൽ ഒരു പുരസ്കാരം ഈ വർഷത്തെ മികച്ച കോഴിമുക്ക് നാരായണാചാരി അല്ലെ മറ്റേ അപ്പൂപ്പൻ്റെ പേരിൽ മറ്റേ നീലകണ്ഠനാചാര്യയുടെ പേരിലോ അല്ലെങ്കിൽ അവരുടെ തലമുറയിൽപ്പെട്ട ആരുടെയെങ്കിലും ഒരു പേരിൽ ഒരു ഈ വർഷത്തെ ഏറ്റവും മികച്ച തുഴച്ചിക്കാരൻ അല്ലെങ്കിൽ ഏറ്റവും മികച്ച പങ്കായക്കാരൻ അല്ലെങ്കിൽ ഏറ്റവും ലീഡിംഗ് ക്യാപ്റ്റൻ അങ്ങനെ ഒരു സമ്മാനം കൊടുക്കണ്ടേ അല്ലെ ചെയ്യേണ്ടത്? 71 നെഹ്റു ട്രോഫിയാന്ന് ഓർക്കണേ. ഇത് 71ാമത് നെഹ്റു ട്രോഫിയാണ് നടക്കുന്നു. അപ്പം അതിൽ ഒരു അതിന് അർഹരല്ലേ? അപ്പോൾ എന്താ ഈ ഏകദേശം നമ്മൾ ഇപ്പോൾ ഈ രാവിലത്തെ അവരുടെ സെക്ഷൻ കഴിഞ്ഞു, രാവിലത്തെ ട്രയൽ. ഇനി നമ്മൾ അവരുടെ ക്യാമ്പിലേക്കാണ് പോകുന്നത്. ക്യാമ്പ് എങ്ങനെ ഓളാണോ? അടിപൊളിയായിരിക്കും. നോക്കാം. എനിക്കെല്ലാം ഫുള്ള് ഞാൻ കോലഞ്ചേരിക്കാരനാണ്. കോലഞ്ചേരി എന്ന് പറഞ്ഞാൽ എന്താ പറയാ, മൂവാറ്റുപുഴ, എറണാകുളത്ത്. അത് തന്നെ, അവിടെ വെള്ളവും ഇതൊന്നും ഇല്ല. വൈകുന്നേരങ്ങളുണ്ടോ അല്ലേ? അത് വേറെ. ശരി, അപ്പൊ നമുക്ക് ചുണ്ടൻവള്ളത്തിന്റെ കുറച്ചുകൂടെ അടുത്ത് കാണാം. അവിടെ നേരെ ക്യാമ്പിലേക്ക്. അപ്പോൾ എന്താ ഞാൻ ഈ വള്ളത്തിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊന്നും പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇത് വള്ളത്തിലെ തുഴയാൻ ഉപയോഗിക്കുന്ന, അതായത് സാധാരണ ഇരുന്ന് തുഴയുന്നവരുടെ കയ്യിരിക്കുന്ന തുഴയാണിത്. പനയിലാണ് ഇത് നിർമ്മിക്കുന്നത്. പനത്തുഴ. ഇത് തുഴ നമ്മൾ പ്രതീക്ഷിച്ച റേറ്റ് വരുന്നില്ല. ഇത് പുതിയതാകുമ്പോൾ കുറച്ചുകൂടെ ഇത് ഉണക്ക വരുമ്പോഴേ സാധാരണ പനയാണ് ഇതിന്റെ. ഇത് മേൽത്തെ പിടി ഇങ്ങനെ പിടിച്ച്, നേരത്തെ ഞങ്ങളൊക്കെ ഇങ്ങനെ തുഴഞ്ഞോണ്ടത്. അന്ന് ഈ പിടിയില്ലായിരുന്നു. ഇങ്ങനെ പിടിച്ചിട്ട് കൈമുട്ട് നിവർത്തി ഇങ്ങനെ ഇങ്ങനെ പിടിച്ചോണ്ടത്. ഇങ്ങനെ പിടിച്ചോണ്ടത് ഇതാ കുറച്ചുകൂടെ. ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ 100 തുഴ ചെന്ന് ഇങ്ങനെ വെള്ളത്തിലേക്ക് വീഴുമ്പോൾ ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, വെള്ളം ഒന്ന് പൊങ്ങുക. അപ്പൊ അതെ, ഇത് ഇങ്ങനെ കൈ അടിമുട്ട് നിവർത്തിട്ട് തലയ്ക്ക് മുകളിൽ കൈ വരണം. ഇങ്ങനെ വന്നിട്ടാണ് ഈ നമ്മുടെ ഈ മുൻകാലി ചവിട്ടി പിടി, ഞാനത് കാണിച്ചു തരാം. ഇങ്ങനെ വലിച്ചാണ് തുഴ, ഇങ്ങനെയാണ് തുഴ പോകുന്നത്. ഇത്രയും പോകത്തില്ല, നമുക്ക് അതിന് ടൈം ആകും. ഇങ്ങനെ ഇതാണ് തുഴ.
ഇതാണ് വള്ളത്തെ താളം കൊടുക്കുന്ന ഇടിയൻ എന്ന് പറയുന്ന സാധനം. ഇവനാണ് നമ്മളിങ്ങനെ ഇടിക്കുന്ന ഇടി, വെടുതടിയിൽ ഇടിക്കുന്ന ഇടിയൻ. ആഞ്ഞിലിത്തടിയിലൊക്കെയാണ് സാധാരണ നിർമ്മിക്കാറ്. ഇത് ആഞ്ഞിലിയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇരുമ്പ് ചുറ്റു വെച്ചിരിക്കാൻ പൊട്ടാതിരിക്കാൻ, ചതയാതിരിക്കാൻ. അടിയിലില്ല, ഇവിടെ ഉണ്ട്. ഇവിടെ ഇരുമ്പിന്റെ ചുറ്റുണ്ട്. ഇത് നേരത്തെ ശബ്ദം അത്ര കിട്ടാൻ കാരണം പണ്ടുള്ള കാലത്ത് കുട്ടനാട്ടിലെ ഈ കൈതമുട്ടെന്ന് പറയുന്ന സാധനം ഉണ്ട്. അതിനൊക്കെ ആയിരുന്നു ഇടിച്ചോണ്ടിരുന്നത്. അത് ചതയുകയോ ശബ്ദം ഉണ്ടാകും. ഇത് പങ്കായം. ഇത് 5ാം പങ്കായമാണ് വള്ളത്തിന്റെ. നമ്മൾ അങ്ങോട്ടാണ് പരിചയപ്പെടുന്നത്. ഇത് 5ാം പങ്കായം. ഇത് 4ാം പങ്കായം. ഇത് 3, 2, 1. അപ്പൊ ഈ 5 പങ്കായങ്ങളാണ് ഈ വള്ളത്തെ നിയന്ത്രിക്കുന്നത്. വള്ളം എങ്ങോട്ട് പോകണം, വള്ളത്തിന്റെ ഏറ്റവും വലിയ ഡ്രൈവർമാരും വള്ളത്തിലെ ഏറ്റവും കരുത്തരായ ആളുകൾ നിൽക്കുന്ന ഇതാവും. പക്ഷെ ഇത് തടിയാൻ തോന്നുന്നില്ല, പന വേണമെന്നില്ല. ഒരു കാര്യം ചെയ്യുന്ന എടുത്ത് നോക്കിയോ, ഇത്ര വെയിറ്റ് ഉള്ളൂ. പക്ഷെ ഇതുകൊണ്ട് അവിടെ നിൽക്കാന്ന് പറഞ്ഞ ഇച്ചിരി പരിപാടിയാണ്. ഇതും നമ്മുടെ ആഞ്ഞിലി കൊണ്ട് തന്നെ നിർമ്മിക്കുന്നതാണ് കേട്ടോ. ഇതാണ് പങ്കായം. ഇനി നമുക്ക് വള്ളത്തിലേക്ക് പോകാം. ഓക്കെ കുറെ കഥയുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. അത് ആ ഭാഗ്യം എനിക്കൊത്തല്ലോ. ആ ഭാഗ്യം എനിക്കൊത്തല്ലോ. ഞാൻ മേടിച്ചോളാം. 500 ദക്ഷിണ കൊടുക്കട്ടെ. എപ്പോഴും വള്ളത്തിന് മുന്നോട്ടാ നടക്കട്ടെ. വീടല്ലേ? ഇതൊരു ഈശ്വര. ഇവിടാണ് ഇവിടെയാണ് ഇടിയാണ് ഇടിച്ച് ചതഞ്ഞ് കിടക്കുന്നുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് യുദ്ധത്തിന് പോയിക്കൊണ്ടിരുന്ന വാഹനമാണിത്. കടൽ യുദ്ധത്തിന്, ജലയുദ്ധത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ ബീരങ്കി വെച്ച് വെടിവെച്ചുകൊണ്ടിരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞത്. അതിനാണ് ഇവിടെ ഈ ചുണ്ടൻ വെള്ളം വരുന്നത്. അങ്ങനെയാണ്. എൻ്റെ ചരിത്രം അങ്ങനെയാണ്. ചുണ്ടൻവെള്ളം. ബാക്കി വള്ളങ്ങൾ പറയാം. വെപ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ ഈ ചുണ്ടൻവെള്ളത്തിന് അകമ്പടി പോകുന്ന വെള്ളമായിരുന്നു. അതായത് നമ്മുടെ ഇപ്പൊ ഈ വള്ളത്തിന് അകമ്പടിയായിട്ട് വരുന്ന ഈ ബോട്ടാ എന്ന് പറഞ്ഞാൽ വെക്കാൻ ആഹാരങ്ങളും മറ്റു പാചകമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഭക്ഷണം വെക്കാൻ ഉപയോഗിച്ചിരുന്ന വെള്ളമാണ് വെപ്പ് വെള്ളം. ഓടിവെള്ളങ്ങൾ ഇരുട്ടുകുത്തി എന്ന് പറയുന്നത് അതിന് അക്ഷരം ഞാൻ നേരത്തെ പറയുന്നത്. അപ്പം അതിന് തലയില്ല, അങ്ങോട്ടും തുഴയാ ഇങ്ങോട്ടും തുഴ, രണ്ടറ്റവും ബ്ലേഡ് പോലെ ആയിരിക്കുന്നത്. അത് കടൽക്കൊള്ളക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെള്ളമാണ്. ആണോ? കടൽക്കൊള്ള. മറ്റേത് ചുരുളം വെള്ളം അക്ഷരത്തിന്റെ ഇരിക്കുന്ന വള്ളങ്ങൾ വെള്ളത്തിലെ കാരവാന. വലിയ 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 വീടുകാർ, അന്നത്തെ വലിയ തറവാട്ടുകാരൊക്കെ അത് മൊത്തം മൂടിക്കെട്ടും. വള്ളത്തിന് വളവരെന്ന് പറയും. മനസ്സിലായി. അത് വെച്ച് വീട്ടിൽ അവിടുത്തെ സ്ത്രീകളൊക്കെ ചെറിയ കിളിവാതിലൂടെ മാത്രമേ ഇങ്ങനെ നോക്കത്തുള്ളൂ. പല്ലക്കിന്റെ ഒരു ഇതില്ല, പല്ലക്ക് അതുപോലെ തന്നെ വള്ളത്തിന് പോകും. എന്നിട്ട് അന്ന് ഊതക്കാർ തുഴച്ചിക്കാർ കൊണ്ട് അവർ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നതൊക്കെ അങ്ങനെ. അപ്പൊ ആ വള്ളമാണ് പിന്നെ മനസ്സിലായി. അങ്ങനെ ഈ ചുരുളം വെള്ളം, ഓടിവെള്ളം, വെപ്പ് വെള്ളം, ചുണ്ടൻ വെള്ളം. ഇപ്പൊ തെക്കനോടി എന്ന് പറഞ്ഞൊരു സ്ത്രീകളൊക്കെ തുഴയുന്ന ഒരു വള്ളമുണ്ട്. അതാണ് മത്സരത്തിന് ഉപയോഗിക്കുന്ന വള്ളങ്ങൾ. പിന്നെ നമ്മുടെ ആറന്മുള വള്ളം, പള്ളിയോടം, അതാണ് പള്ളിയോടം. ഇതാണ് വള്ളത്തിന്റെ വെടിതടി. ഇതാണ് വങ്ക്, വള്ളത്തിന്റെ വങ്ക്. ഈ വങ്കയിലാണ് അവർ ഇരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ കൊടുത്തോണ്ട് ഇങ്ങനെയാണ് തുഴയുന്നത്. മനസ്സിലായി? ഇവിടെ ഇതെല്ലാരും ഈ പടി ഉണ്ടെങ്കിലും പടിയിൽ ഇരിക്കാനല്ല ഉപയോഗിക്കുന്നത്, ചവിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇരിപ്പിന്റെ ബലം കിട്ടും. ഞാനത് കാണിച്ചു തരാം. കാണിച്ചു. ഇവിടെയാണോ വേണ്ടേ? അപ്പുറത്ത് വള്ളത്തെ തുഴച്ചിക്കാരിരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട. അതായത് ഈ ഫുൾ ടൈം കാലം ഇങ്ങനെ തന്നെ അടുത്താണ്. ഇവരിങ്ങനെയാണ് തുഴയത് കണ്ട. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇത് കണ്ട, ഇങ്ങനെയാണ് തുഴയത്. ഇങ്ങനെ ഇത് നമുക്ക് ഒത്തിരി മത്സരത്തിന് ഉപയോഗിക്കുന്നുണ്ട്. വേണ്ട, വെറുതെ കല്ലടിച്ചു പോകും. മനസ്സിലായി. അത് തന്നെ അണക്കുകയും ചെയ്യും. പിടിക്കാൻ കിട്ടുന്നൊക്കെ ഉറപ്പായിട്ടും. അപ്പൊ ഇതാണ് ഇതിന്റെ നമ്മളിപ്പോ ഈ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഈ സാധനത്തിന്റെ ഇതിനൊരു പേരുണ്ട്, ആളോടി എന്നാ പറഞ്ഞത്. ആളോട്. അതായത് ഇവിടെ ഓട്ടം ഉണ്ട്, വന്നോട്ടാ. 9 നിലകാരനെ 10 പേര്, അതായത് 5 പേര് ഇവിടെ 5 പേര് ഇവിടെ ആയിട്ട് ഈ നിലകാർക്ക് ഓരോരുത്തർക്ക് 10 പേരെ വീതിച്ചു കൊടുക്കും. ഈ 10 പേരുടെ കാര്യം ഈ നിൽക്കുന്നത് നോക്കണം. മനസ്സിലായി? ഇത്രയും സ്ഥലങ്ങളിൽ ഓടണം. അപ്പൊ ഇങ്ങനെ നിൽക്കും. അവർ ഇവിടെ നിന്ന് പിടിച്ചിട്ട് ഇവർ ഇങ്ങനെ നോക്കും. ഇവരെ അലക്കണം തീർ. അപ്പൊ ഇവർക്ക് കൊടുക്കേണ്ട അപ്പുറത്ത് കിടക്കുന്ന സംഭവങ്ങളുടെ കാര്യങ്ങൾ ഇവരെ ധരിപ്പിക്കുന്നത് ഈ ഇവരാ. കൂട്ടറ, എണ്ണം കൂട്ടറ, എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം അത് കാരണം ഇപ്പൊ നിങ്ങൾ ചോദിച്ചില്ല, ഇവരെ നേരെ നോക്കാത്തത്. തുഴച്ചിക്കാർ കുനിഞ്ഞിരുന്ന് വലിക്കത്തേ ഉള്ളൂ. വാക്കുകൾ കൊണ്ട് മാത്രമേ ഇവർ കേൾക്കത്തുള്ളൂ. അപ്പോൾ പറയാം അലക്കണം, കീറണം, തീർക്കണം എന്നൊക്കെ പറഞ്ഞ് സിഗ്നലായി എത്രയായി 2 മിനിറ്റായി, 2 മിനിറ്റ്, ഇത് 1.5 മിനിറ്റേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവരാണ് പറഞ്ഞു കൊടുക്കുന്നത്. തുഴച്ചിലിനെക്കാട്ട് ഭയങ്കര പ്രോസസ്സിങ് ഇവരുടെ പണി. ഈ ഓടുന്ന ചെറിയ പരിപാടിയല്ല, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വള്ളമല്ലേ ഇങ്ങനെ. ഇവർ ഇരിക്കുകയല്ലേ,
നിലയ്ക്ക് നിൽക്കുന്ന നമ്മൾ ബാലൻസും വേണം. നിലയ്ക്ക് നിൽക്കുന്ന ദൂരെ നോക്കാം മുണ്ടി ഓടിക്കാതെ ഇങ്ങനെ. അതല്ല അവരുടെ പണി എന്ന് പറയാൻ ഇച്ചിരി കഷ്ടപ്പാടുള്ള പണിയാ. അതുകൊണ്ട് അതിനൊക്കെ ശബ്ദം ഉണ്ടോ നോക്കി. അതെ അതെ. ഇവരെടുക്കുന്ന ഒരു ആയാസം അത് എന്താ പറയാ, കുറച്ച് ബുദ്ധി ഉപയോഗിക്കണം, സമയം ക്രമീകരിക്കണം. 4 വള്ളം ഒരുപോലെ വരുമ്പോൾ നമ്മുടെ വള്ളത്തിന്റെ ഗിയർ എപ്പോൾ മാറണമെന്ന് തീരുമാനിക്കുന്ന ഈ നിൽക്കുന്നവരാ. ഇവരുടെ സിഗ്നലിലാണ് വള്ളത്തിന്റെ ഗിയർ മാറുന്നത്. വാ കുറച്ചും കൂടെ നടന്നു വീഴാതെ നടക്ക്. അമരവും കൂടെ പരിചയപ്പെടുന്നു. ഈ വള്ളത്തിന്റെ താന്നതട്ടാണ് കേട്ടോ. ഏറ്റവും താന്ന് കിടക്കുന്ന സ്ഥലത്തിന്റെ പേര് താന്നതട്ടെന്നാണ്. താന്നതട്ട് അല്ലേ? ഇതാണ് നമ്മൾ പറഞ്ഞ പോലെ വള്ളത്തിന്റെ ഒരു എഞ്ചിൻ ഇരിക്കുന്ന സ്ഥലം. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പവർ വരുന്നത്. ഇത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇത്ര ഹൈറ്റിലാണ് അത്രയും വലിയ നീളമുള്ള സാധനം കൊണ്ട് അവരിവിടെ നിൽക്കുന്നത്. ഇവരുടെ ശ്രദ്ധ മുഴുവൻ ഫ്രണ്ടിലോട്ടാ. മനസ്സിലായി? വള്ളത്തിന്റെ തല മാറുന്ന ഇവർക്ക് നോക്കിയാൽ മനസ്സിലായി. നിങ്ങളുടെ ആ ചേട്ടൻ മാറുമ്പോൾ മനസ്സിലായത് കണ്ടോ? ഇവിടെ മതി ഫുൾ ആളിനെ അറിയാന്ന്. ഈ പുള്ളി വിളിച്ചു പറയും, നല്ല പങ്കായക്കാരി നിന്ന് കഴിഞ്ഞാൽ വിളിച്ചു പറയും, അവനെ പിടിയാക്കാന്ന് പറഞ്ഞ തള്ളി തൊഴുകി അകത്ത് തൊഴുകി. ഇവിടെ നിൽക്കുന്നവർക്ക് അറിയാം. ഈ 5 പേര് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഇവർ അണ്ടർസ്റ്റാൻഡിംഗിലാണ് വള്ളം എങ്ങനെ പോകണമെന്നത്. അപ്പൊ ഇവർ വള്ളം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ്, അതായത് നേരെയുള്ള നെട്ടയോ എന്ന് പറയും, ഫിനിഷിംഗ് പോയിന്റിൽ എഡ്ജ് അവർ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ആ അമരത്തിന്റെ അനിയത്തിന്റെ ചൂണ്ടില്ലേ ഫ്രണ്ട് ഒന്നാമത്, അവന്റെ തലയും അവിടുത്തെ കൊടിയും കൂടെ ഒന്നിച്ച് നോക്കി അവർ വെക്കത്തുള്ളൂ. ഒരു വള്ളം ഒന്ന് വെട്ടി നിവരുക എന്ന് പറഞ്ഞാൽ ഒറ്റ വള്ളപ്പാട് മറ്റേ വള്ളം കയറിപ്പോ. ഇതിന്റെ കാര്യം വെച്ചാൽ കമ്പ് ബൈക്കിന്റെ ഫ്രണ്ട് തിരിയുന്നവരെ മാത്രം തിരിഞ്ഞാൽ പോരാ. മനസ്സിലായി? വള്ളം തിരിയണം മൊത്തം തിരിഞ്ഞു പറഞ്ഞു. മനസ്സിലായി? അപ്പൊ ഇങ്ങനെ വെട്ടി ഒന്ന് നിവർന്ന് വരിക എന്ന് പറഞ്ഞാൽ ഒപ്പം കളിക്കുന്ന വള്ളമാണ്. 2-3 തുഴയ്ക്ക് മുന്നിൽ കയറും. 2-3 തുഴയ്ക്ക് മുന്നിൽ കയറുന്ന പിന്നെ കിട്ടത്തില്ല അവര്. നമ്മളെക്കാട്ടി പണിയെടുത്തുകൊണ്ടിരിക്കില്ല അവര്. അപ്പൊ ഇതാണ് വള്ളത്തിന്റെ പേന പോലെ വള്ളം ഉണ്ടാക്കുന്നത്. ഇത് കണ്ടോ? ഇങ്ങനെയാണ് അവരുടെ കാലിൽ ലോക്കായത്. ഇങ്ങനെ നിൽക്കും. മനസ്സിലായി? ഈ ലോക്കിലാണ് അവർ കിടക്കുന്നത്. ഇങ്ങനെ അവർ പിടിക്കുന്നത്. മനസ്സിലായി? ഇപ്പൊ നിന്നിട്ടുണ്ട്. അല്ലാ നിൽക്കണമെങ്കിൽ ഇതുണ്ട്. ഇത് ചെറിയ പരിപാടി ഇങ്ങനെ കറക്കി എറിയാന്ന് പറഞ്ഞത്. നാളെ ഷൂട്ടുണ്ട്. പിടിക്കണം. കണ്ണാടി വെക്കണം. ഓക്കെ, ഇത് പിടിച്ചിട്ട് ഇത് മുൻവശം ഇതല്ലേ? ഇങ്ങനെ ഇതിനല്ലേ എന്റെ അമ്മേ എളുപ്പമല്ലോ. ഇങ്ങനെ പിടിച്ചിട്ട് മേലത്തെ താട്ട് ഇത്ര മേല അല്ല, മേലത്തെ ഇനി മുകളിൽ കൊണ്ട. ഇത് ഇനി ടീയിൽ പിടിക്കണം. ഓക്കെ, ഇവിടെ പിടിക്കും. ഈ ടീയിൽ പിടിക്കുന്നത് പിടിക്കണ്ട. വലത് താത്ത് പിടിക്കണം. ഇങ്ങോട്ട് നേരെ ഇങ്ങോട്ട്. കാലായിരിക്കും കാല് ഈ കാല് ഫ്രണ്ടിലേക്ക് ബാക്കില്. അത് നിങ്ങൾ ഇത് ഞാൻ ഇനി അടുത്ത സീസണിൽ വള്ളം കളിക്കാനൊക്കെ ഓക്കെ. അതിലാണ് അവർ നിൽക്കുന്നത്. അതാണ് എന്റെ ഈശ്വര. ഇതുണ്ടല്ലേ പരുന്ത് പറന്നു വരുന്നതായിരിക്കും 5 പങ്കായി ഇങ്ങനെ ഇറങ്ങി. ചെറിയ കളിയല്ല, ചെറിയ കളിയല്ല. അത് ഇത് എനിക്ക് വന്ന് ഇത് വേണ്ടി ഞാനൊക്കെ കോട്ടക്കിലും ചികിത്സയ്ക്ക് പോകേണ്ടി വരും. ഇതേ ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞത്, രസമല്ല, ഒരു വള്ളം ജയിക്കുകയും അതിന്റെ മറ്റു വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ഈ കിടക്കുന്ന പങ്കായം ഇങ്ങനെ അല്ലാതെ ഇങ്ങനായി പോയാൽ വള്ളത്തിന് പരാജയം സംഭവിക്കും. ഇങ്ങനെ വള്ളം തിങ്ങിയാൽ പ്രശ്നമാണ്. പങ്കായിനടെ തിങ്ങിയ ലോഡ് വിടുത്തുക, എത്ര തുഴഞ്ഞാലും കയറില്ല. ഈ വള്ളത്തിന്റെ അവരെ അങ്ങോട്ട് ശ്രദ്ധിച്ചാൽ ഇവർക്കറിയാം ഈ വള്ളത്തിന്റെ പങ്കായ അങ്ങനെ കിടക്കുന്നത്. ഇവർക്ക് നല്ല ധാരണ, നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ നോക്കി. ഇവര് പക്ഷേ ട്രയൽസ് നോക്കുന്നൊന്നുമില്ല. അതാ പണി. അതുകൊണ്ട് അവരെ ഇവിടെ നിൽക്കുന്നത്, നമ്മളൊക്കെ കരക്കി നിൽക്കുന്നത്. സന്തോഷം. അതിന് വീഴാതെ തല്ലിക്കൊല്ലണം കേട്ടോ. അതറിയോ? പിടിച്ചു മിക്കവാറും എന്നെ തല്ലിക്കൊല്ലേണ്ടി വരും. വള്ളത്തെ വീഴുന്നതിനെ തല്ലിക്കൊല്ലണം എന്ന് പറഞ്ഞത്. കാരണം അവൻ ജീവിച്ചിരുന്ന പിന്നെ കാര്യമില്ല. അപ്പോഴേ ഇനിയിപ്പോ ഇവിടെ മാത്രം പോരാ. ഇനി ഇവരുടെ ഇപ്പൊ ട്രയൽ ആഹാരമാണല്ലോ, അന്നവിചാരം മുന്നവിചാരം എന്ന് പറഞ്ഞത്. അപ്പൊ ഇതേ ഇപ്പൊ ഇവരെ പിള്ളേരെ ട്രയലെല്ലാം കഴിഞ്ഞ് രാവിലത്തെ കഴിഞ്ഞ് അവരുടെ ഭക്ഷണത്തിന്റെ സമയമായിരുന്നു. നമുക്ക് ക്യാമ്പിലേക്ക് പോവാം. ക്യാമ്പിലെ സന്തോഷത്തോട് പങ്കെടുക്കാം. ക്യാമ്പ് ഗംഭീരമാണെന്ന് കേട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം അവരെ കണ്ടേ. അപ്പൊ ദൈവത്തോർത്ത് ഇറക്കി തരാം. ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ചുണ്ടമ്പള്ളത്തിലൊക്കെ നമസ്കരിച്ചിട്ട് തന്നെ ഇറങ്ങാം. ദോഷം ദൈവമേ മുത്ത പൊളിച്ചോണം കേട്ടോ. ആണോ? പൊളിച്ചോണം. അപ്പോൾ നമ്മളിപ്പോ അവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ നിരണം വള്ളത്തിന്റെ ക്യാമ്പിലേക്കാണ് നമ്മൾ വരുന്നത്. നിരണം വള്ളത്തിന്റെ ക്യാമ്പിലേക്ക്
അതായത് ഇവരുടെ ഒരു തുഴ പ്രാക്ടീസ് കഴിഞ്ഞാൽ ഫുൾ ടൈം ഇവിടെ അവരിൽ ഇവിടെ വീട്ടിൽ പോലും വിടുകയില്ല. കുറച്ച് ദിവസത്തേക്കിന് അവർ ഇവിടെ തന്നെ ആയിരിക്കും. അവരുടെ ക്യാമ്പാണിത്. നമുക്ക് ചെറിയ സന്തോഷങ്ങളും ചെറിയ രസങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് നേരം ഇവിടത്തേക്ക് ചെറിയ ജിമ്മൊക്കെ സെറ്റ് ചെയ്യും. എല്ലാ പരിപാടിയും എല്ലാം ഉണ്ട്. A to Z എല്ലാം ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് കാണാം. പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ ഭക്തി പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ ഭക്തി പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ ഭക്തി കുറഞ്ഞൊന്നുറങ്ങട്ടെ കുറഞ്ഞൊന്നുറങ്ങട്ടെ ഉലകിലേഴും കുറഞ്ഞൊന്നുറങ്ങട്ടെ ഉലകിലേഴും കൃഷ്ണനെ കൃഷ്ണനെ കാണാൻ ഉലർകാലെ പുറപ്പെടാം നിറഞ്ഞ കൃഷ്ണനെ കാണാൻ ഉലർകാലെ പുറപ്പെടാം നിറഞ്ഞ കൃഷ്ണനെ കാണാൻ ഉലർകാലെ പുറപ്പെടാം നിറഞ്ഞ കൃഷ്ണനെ കാണാൻ ഉലർകാലെ പുറപ്പെടാം അറിഞ്ഞു വല്ലതും കൂടി അറിഞ്ഞു വല്ലതും കൂടി തന്നയക്കേട് അറിഞ്ഞു വല്ലതും കൂടി തന്നയക്കേട് അറിഞ്ഞു വല്ലതും കൂടി തന്നയക്കേട് അറിഞ്ഞു വല്ലതും കൂടി തന്നയക്കേട് അതെ കൈനകരിയുടെ രോമാഞ്ചമാണ്. UBC കൈനകരിലായിരുന്നു. ഇപ്പൊ നിർണത്തിലാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. തെയ്യത്തിനെന്താരേ തിനന്തോം താരാതിനെന്താരേ 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 നേരം നിലം വെളുത്തേ തിനന്തോം 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 നേരം നിലം വെളുത്തേ തിനന്തോം പാലുവം പൊന്തിമാരി നാളെ നടിച്ചിലാണ് തിനന്തോം കല്ലട 15 നാളെ നടിച്ചിലാണ് തിനന്തോം കല്ലട 15 തെയ്യത്തിനെന്താരേ തിനന്തോം താരാതിനെന്താരേ തെയ്യത്തിനെന്താരേ തിനന്തോം താരാതിനെന്താരേ തെയ്യത്തിനെന്താരേ തിനന്തോം താരാതിനെന്താരേ തെയ്യത്തിനെന്താരേ തിനന്തോം താരാതിനെന്താരേ നീലക്കറുമ്പിയടി തിനന്തോം 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 നീലക്കറുമ്പിയടി തിനന്തോം നീലക്കറുമ്പിയടി നിന്റെ തരത്തിലടി തിനന്തോം താളും വന്നം കേട്ടോ നിന്റെ തരത്തിലടി തിനന്തോം താളും വന്നം കേട്ടോ തെയ്യത്തിനെന്താരേ ഇങ്ങനെ ഇങ്ങനെ തെയ്യത്തിനെന്താരേ തിനന്തോം താരാതിനെന്താരേ നീലക്കവണി ചുറ്റി തിനന്തോം 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 നീലക്കവണി ചുറ്റി തിനന്തോം നീലക്കവണി ചുറ്റി നീലക്കവണി ചുറ്റി തിനന്തോം എവര് കുട്ടിപ്പലെ നീലക്കവണി ചുറ്റി തിനന്തോം എവര് കുട്ടിപ്പലെ ഇങ്ങനെ തെയ്യത്തിനെന്താരേ തിനന്തോം താരാതിനെന്താരേ തെയ്യത്തിനെന്താരേ തിനന്തോം താരാതിനെന്താരേ ഇങ്ങനെ മഞ്ഞളരച്ച കറി തിനന്തോം മഞ്ഞളരച്ച കറി മഞ്ഞളരച്ച കറി വെളുത്തരി ചോറുമെടുത്തോളൂ മഞ്ഞളരച്ച കറി വെളുത്തരി ചോറുമെടുത്തവളെ തെയ്യത്തിനെന്താരേ തിനന്തോം താരാതിനെന്താരേ തെയ്യത്തിനെന്താരേ തിനന്തോം താരാതിനെന്താരേ
തെയ്യത്തിനെന്താരേ ദിനന്തോ താരാതിരന്താരേ ഏയ്! തെയ്യത്തിനന്താരേ ദിനന്തോ താരാതിരന്താരേ പുള്ളുള്ള തള്ളമാരെ തിനന്തോ 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 പുള്ളുള്ള തള്ളമാരെ തിനന്തോ പുള്ളുള്ള തള്ളമാരെ പുള്ളെ പഴി പറഞ്ഞ് തിനന്തോ അവരങ്ങ് കേറിപ്പോകും പുള്ളെ പഴി പറഞ്ഞ് തിനന്തോ അവരങ്ങ് കേറിപ്പോകും തെയ്യത്തിനെന്താരേ തിനന്തോ താര തിനന്താരേ തെയ്യത്തിനെന്താരേ ഇങ്ങനെ ഇങ്ങനെ തെയ്യത്തിനെന്താരേ തിനന്തോ താര തിനന്താരേ തെയ്യത്തിനെന്താരേ തിനന്തോ താര തിനന്താരേ തിനന്തോ താര തിനന്താരേ തിനന്തോ താര തിനന്താരേ തിനന്തോ താര തിനന്താരേ ആർ ബാർ 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 താര ദിനം ദിനം താര 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 ദിനം ദിനം താര താര ദിനം ദിനം താര തകതയ്യത്തിനം ദിനം താര താര ദിനം ദിനം താര താര ദിനം ദിനം താര താര ദിനം ദിനം താര തകതയ്യത്തിനം ദിനം താര താര ദിനം ദിനം താര താര ദിനം ദിനം താര താര ദിനം ദിനം താര തകതയ്യത്തിനം ദിനം താര നേരം പുലർക്കാലമായേ താര നേരം പുലർക്കാലമായേ താര നേരം പുലർക്കാലമായേ ആകൂനപ്പ ചങ്കരം തണ്ട താര ദിനം ദിനം താര 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 തകതയ്യത്തിനം ദിനം താര നേരം പുലർക്കാലമായേ താര നേരം പുലർക്കാലമായേ നേരം പുലർക്കാലമായേ ആകൂനപ്പ ചങ്കരം തണ്ട താര ദിനം ദിനം താര താര ദിനം ദിനം താര താര ദിനം ദിനം താര തകതയ്യത്തിനം ദിനം താര കത്തിയും കൂടുമെടുത്തേ കത്തിയും കൂടുമെടുത്തേ താര കത്തിയും കൂടുമെടുത്തേ ആകൂനപ്പ ചങ്കരൻ ചേട്ടൻ താര ദിനം ദിനം താര താര ദിനം ദിനം താര താര തകതയ്യത്തിനം ദിനം താര ആ കള്ളും കൊടുക്കയെടുത്തേ താര കള്ളും കൊടുക്കയെടുത്തേ കള്ളും കൊടുക്കയെടുത്തേ ആകൂനപ്പ ചങ്കരൻ ചേട്ടൻ താര ദിനം ദിനം താര താര തെങ്ങും ചുവട്ടിലും ചെന്നേ താര തെങ്ങും ചുവട്ടിലും ചെന്നേ താര തെങ്ങും ചുവട്ടിലും ചെന്നേ ആ തെങ്ങിന് 3 വലത്തേ താരാദിനം ദിനം താര താരാദിനം ദിനം താര താരാദിനം ദിനം താര തകതയ്യത്തിനം ദിനം താര ഒരു കൊത ഇരുകൊത കേറി ഒരു കൊത ഇരുകൊത കേറി ഒരു കൊത ഇരുകൊത കേറി ആകൂനപ്പ ചങ്കരം തന്താ താരാദിനം ദിനം താര ദയ്യത്തിനം ദിനം താര ദയ്യത്തിനം ദിനം താര ദയ്യത്തിനം ദിനം താര ദയ്യത്തിനം ദിനം താര ആരെ താര താര താര. അപ്പൊ ഈ പ്രമോദേട്ടന്റെ ഈ സംഘത്തിന്റെയൊക്കെ കുറെ വിശേഷങ്ങൾ കേട്ടു. കുട്ടനാട് ഓണം ഇവിടെ ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. കാരണം നമ്മൾ വള്ളംകളിയുടെ കാര്യങ്ങളും ഈ ഓണത്തിലേക്കുള്ള ചുവടുവെപ്പ് എത്തിയിട്ടേ ഉള്ളൂ. ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാണ്ടേ. പിന്നെ മറന്നുപോയല്ലേ? ഞാൻ മറന്നാലും മറക്കരുത്. ഉറപ്പായിട്ടും. അപ്പൊ കുട്ടനാട് ഓണം തുടരും വീണ്ടും.